രോഗികളെയും ജനങ്ങളെയും ആശങ്കയിലാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പുക ഉയർന്നു. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ അത്യാഹിത വിഭാഗം കെട്ടിടത്തിന്റെ 6ാം നിലയിലാണ് പുക ഉയർന്നത്. രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് പുക ഉയർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇനി പരിശോധന നടത്തി ഉറപ്പുവരുത്താതെ രോഗികളെ തിരിച്ചു കൊണ്ടുവരില്ല എന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സജിത് കുമാർ പറഞ്ഞു. ഉച്ചയ്ക്ക് 2:15 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം കെട്ടിടത്തിന്റെ 6ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ ഓക്സിജൻ അനസ്തേഷ്യ പെൻഡന്റ് കത്തി പുക ഉയരുന്നത്. ഉടൻ തന്നെ 3, 4, 5 നിലകളിലുണ്ടായിരുന്ന 20ഓളം രോഗികളെ ആകാശപാതയിലൂടെ ഉൾപ്പെടെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ബീച്ച് ആശുപത്രിയിലുണ്ടായിരുന്ന രോഗികളെ ഉച്ചയോടുകൂടിയാണ് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുകയുടെ ഗന്ധം റൂമുകളിലേക്ക് വരികയായിരുന്നുവെന്നും രോഗിയുടെ പിതാവ് പറഞ്ഞു. എന്റെ മകന് 15 വയസ്സായ മകനാണ്. അത് 4001 അപകടം ഉണ്ടായത് അവിടെ വന്നു കിടക്കാൻ നേരത്താണ് രണ്ടാമത് പുകയുടെ വാസന കെട്ട്. അപ്പോൾ ഞങ്ങൾ ഈ ലിഫ്റ്റിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ കുട്ടികൾ മാത്രമല്ല, വയസ്സായ 80, 90 സർജറി വേണം, ഡോക്ടറെ ആയണുള്ളൂ, സർജറി വേണം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഞങ്ങൾ പോരാൻ പറ്റുന്നത്. എൻ്റെ കുട്ടികളെ വേറെ വയസ്സായ ആളുകളെ കുറച്ച് ഇറക്കിയതൊക്കെ ഞാനാണ്. അപ്പോൾ കുറേ ബുദ്ധിമുട്ടോടെ കാണുന്നത് ഇറങ്ങുമ്പോൾ പേടിച്ചിട്ടുള്ളത് ഇതാകാണ്. ഇലക്ട്രിക് വിഭാഗത്തിന്റെ അനുമതിയോടുകൂടിയാണ് 3ഉം 4ഉം നിലകളിൽ രോഗികളെ പ്രവേശിപ്പിച്ചത്. 6ാം നിലയിൽ പരിശോധനയ്ക്കിടെയാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സജിത് കുമാർ പറഞ്ഞു. 3ഉം 4ഉം ചെക്ക് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നിലത്ത് കിടക്കുന്ന പേഷ്യന്റ് ബുദ്ധിമുട്ടാണ്ടായിട്ട് 20ഓളം വോക്കബിൾ അല്ല സ്റ്റേബിൾ പേഷ്യന്റ് കിടത്തിയത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് 6ാമത്തെ നില ഇതുവരെ നമ്മൾ ഉപയോഗിക്കാത്ത ഫ്ലോറാണ്. അത് തിയേറ്റർ കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിലുള്ള 14ാം നമ്പർ റൂമിലാണ് ഓരോ പ്ലഗ് ബൈ പോയിന്റ് ഓരോ പോയിന്റും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റിൽ നിന്ന് സ്പാർക്ക് വന്നു, സ്മോക്ക് വന്നു. അവർ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് കെടുത്തി. പക്ഷേ കൂടുതൽ പുകയുള്ളത് കൊണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ 10 മിനിറ്റ് കൊണ്ട് എത്തി. പിന്നെ പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ ക്യാമ്പസിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അത് അപ്പോൾ തന്നെ കൺസീൽഡ് ആയിരുന്നു, പുറത്തേക്ക് വന്നിട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, BJP പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. ആശുപത്രിക്ക് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. അമൃത ന്യൂസ്, കോഴിക്കോട്.